നിലപാടുകളിൽ ഒരു മാറ്റം പറയുന്നതിന് ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഇതാ ഇവിടെ ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, എനിവേസ് 80 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, എനിവേസ് 25 മണിക്കൂർ യാത്ര ചെയ്യാം, അപ്പോൾ പിന്നെ ഞാനത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ലല്ലോ. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഓൾറെഡി ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് പിന്മാറാൻ മാർഗ്ഗമില്ല. ഈ ബജറ്റ് വന്നപ്പോഴത്തേക്ക് ബജറ്റിൽ അവർ ലോ ആൽക്കഹോൾ ബെവറേജ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പോയി. ഒരാൾ ഒരു ചാനൽ കാണുമ്പോൾ നമ്മൾ ഒരു ചാനൽ കണ്ടിട്ട് അഭിപ്രായം തീരുമാനിക്കുന്നവരാണ്? ഒരിക്കലും അല്ല. പല ചാനലുകൾ കാണും. പിന്നെയും മലയാളി ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ട് കാണുന്ന ചില ചാനലുകളുണ്ട്. എല്ലാ രാഷ്ട്രീയവും തുറന്ന് പറയുന്നതിലല്ല പ്രശ്നം, ചില രാഷ്ട്രീയം പറയുന്നതിലാണ്, ചില നിലപാട് പറയുന്നതിലാണ് പ്രശ്നം. ഒരു രാഷ്ട്രീയക്കാരൻ, നമ്മുടെ കേരളത്തിലൊരു രാഷ്ട്രീയക്കാരൻ ഇനിയും പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? സത്യസന്ധത. എല്ലാവരുടെ കാര്യമല്ല, പക്ഷേ മോസ്റ്റ്ലി സത്യസന്ധത. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലപാടുകളിൽ ഒരു മാറ്റം പറയുന്നതിന് ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഒരുപക്ഷെ ഇത് 1990-കളോ 80-കളോ അല്ല, അന്നത്തെ കാലത്തുള്ളതുപോലെ അല്ല ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ. കറക്റ്റ്. ഇപ്പം ഞാൻ ഒരു പ്രസംഗം നടത്തുന്നു, ഞാൻ അല്ലെങ്കിൽ ഒരു മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, അതിനുശേഷം ഞാൻ അതിൻ്റെ പേരിൽ ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള പണ്ടത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ദിവസമാണ്. കാരണം ഇത് ഒരു ലേഖകൻ എഴുതി പത്ര ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത് അത് പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് നാളെ വരണം. എത്രയും പ്രിൻ്റ് ചെയ്യും? എൻ്റെ ഫുൾ പ്രസംഗം വരുമോ? ഇല്ല. അതിലെ എന്തെങ്കിലും കീ സാധനം വരും. ഞാനൊരു അബദ്ധം പറഞ്ഞു എന്ന് തോന്നിയാൽ എനിക്ക് മാധ്യമ സ്ഥാപനത്തിനോട് പറഞ്ഞത് തിരുത്തിപ്പിച്ചിട്ട് നല്ല വേർഷനായിട്ട് വേണമെങ്കിൽ നാളെ വരാനുള്ള ഒരു സാധ്യത പോലും അവിടെ ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് ലൈവായിട്ട് അപ്പം തന്നെ കയറിപ്പോവാണ്. ഫേസ്ബുക്കിൽ വരും, യൂട്യൂബിൽ വരും, അതേപോലെ വാർത്തകളുമാവും. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് അതുകൊണ്ടാണ് നമ്മുടെ CP ജോൺ ഒരു പ്രസ്താവന നടത്തുന്ന ഉടനെ ഇൻസ്റ്റൻറ്റ് അത് വാർത്തയാണ്, വിവാദമാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പല പൊളിറ്റീഷ്യൻസും പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയില്ല. ഇന്നലെ പറഞ്ഞതല്ല ഞാൻ ഇന്ന് പറയുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ ഒരു സർക്കാർ ഫോം ചെയ്തതിന് ശേഷം തന്നെ ഒരു 2.5 മാസത്തിനുള്ളിൽ എത്ര യൂടേൺസ് അവരെടുത്തു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞിരുന്ന, ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞിരുന്ന എത്രയോ കാര്യങ്ങളിൽ അവർ യൂടേൺ എടുത്തു എന്നാലോചിച്ച് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് സത്യസന്ധത എന്ന വാക്കാണ്, ഉളുപ്പ് വേണമെന്ന് പറയുന്നതാണ് സാധാരണ മലയാളത്തിൽ നല്ലത്. പക്ഷേ ഞാൻ പറയുന്നത് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് സത്യസന്ധതയും നിങ്ങളുടെ കോർ റൂട്ട് പ്രിൻസിപ്പിൾസ് എന്താണ് എന്നതിനെക്കുറിച്ച് ബോധ്യവും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ വിവാദം വന്നു. ഇപ്പോൾ ഹെലികോപ്റ്റർ വിവാദം വരുന്ന സമയത്ത് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന എന്താണ്, ഇത് സംസ്ഥാന ഖജനാവിന് നഷ്ടമാണ്, മുഖ്യമന്ത്രി ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗത്തിൻ്റെ പേരിൽ പിണറായി വിജയനെ വിമർശിച്ചിട്ടില്ല, വിച്ച് ഇസ് എ ലൈ. തെറ്റാ, അത് നുണയാണ്. അതേപോലെ തന്നെ ഇവിടെ ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, എനിവേസ് 80 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്, എനിവേസ് 25 മണിക്കൂർ യാത്ര ചെയ്യാം, അപ്പോൾ പിന്നെ ഞാനത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അത് ശരിയാണോ? അതായത് എൻ്റെ പ്രിൻസിപ്പിൾ, എൻ്റെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കരുത്. അല്ലാതെ എൻ്റെ സ്റ്റേറ്റ് അഫോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. ഇത് ഉപയോഗിക്കരുതെന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പിളെങ്കിൽ അതവിടെ കിടന്നാലും ഞാനിത് ഉപയോഗിക്കാതിരിക്കുന്നതാണല്ലോ എൻ്റെ മര്യാദ, അല്ലേ? അതല്ലേ ആദർശം. ഇപ്പോൾ നമ്മുടെ VS അച്യുതാനന്ദൻ നിയമസഭയിലുള്ളപ്പോൾ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയം, എനിക്കൊന്ന് വക്കം പുരുഷോത്തമനും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഉള്ള മന്ത്രിസഭയാണ്. PK കുഞ്ഞാലിക്കുട്ടി എന്ന IT മിനിസ്റ്ററും കൂടിയാണ്. അന്ന് ഡിജിറ്റലൈസേഷൻ്റെ എന്തോ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ MLA-മാർക്കും സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു iPad കൊടുത്തു. അപ്പോൾ എല്ലാവരുടെയും മന്ത്രിമാരുടെ MLA-മാരുടെ ഓഫീസുകളിൽ ഇത് എത്തിച്ചു. വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഫ്രം കുഞ്ഞാലിക്കുട്ടി എന്തോ അതിൽ എഴുതിയിട്ടുണ്ടെന്നാണെന്ന് വാർത്ത. ഇത് റിജക്റ്റ് ചെയ്തു ഒരാൾ മാത്രം, VS അച്യുതാനന്ദനാണ്. അപ്പോൾ അച്യുതാനന്ദന് ഒന്നുകിൽ അത് ഉപയോഗിക്കാൻ താല്പര്യമില്ലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ഡിജിറ്റലൈസേഷനോട് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ അദ്ദേഹത്തിന് ഇത് പറ്റുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ ഇത് സാമ്രാജ്യത്വം കൊണ്ടുവന്ന സാധനമാണെന്നുള്ള ചിലപ്പോൾ, കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ്, പറയാൻ പറ്റില്ല, ചിലപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റ് ആണെന്ന് ചിന്തിച്ചിട്ടായിരിക്കും. ഇനി അതുമല്ല എങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോടുള്ള വിരോധമായിരിക്കും. പല കേസുകളുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. എന്ത് കാരണത്താലായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ ഹി റിജക്റ്റഡ് ഇറ്റ്. പുള്ളി അത് തുറന്നു പോലും നോക്കാതെ ഈ സാധനം തിരിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന സതീശൻ്റെ ന്യായം ഉപയോഗിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും സ്റ്റേറ്റ് കാശ് കൊടുത്തത് വാങ്ങി, അതവിടെ ഇരിപ്പുണ്ട്, അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്, എന്നാലും ഇതൊന്നും ഉപയോഗിച്ചേക്കാം എന്ന് അച്യുതാനന്ദന് കരുതാമായിരുന്നു. അച്യുതാനന്ദൻ അത് കരുതാത്തതിനാണ് നമ്മൾ ആദർശം എന്ന് പറയുന്നത്. പ്രായോഗികതയാണോ ആദർശമാണോ എന്ന് ചോദിച്ചാൽ
പ്രായോഗികതയാണ് ബെറ്റർ, സംശയമില്ല. പക്ഷേ ആദർശം പറഞ്ഞുകൊണ്ട് പ്രായോഗികത പോകുന്നത് ശരിയല്ല. ഓക്കെ, ഇനിയിപ്പോൾ ചോദിക്കാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീജിത്ത് പണിക്കർക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ഒരു 3 രാഷ്ട്രീയക്കാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും പറയാം? അങ്ങനെ പേര് പറയുക എന്നുള്ളത് എളുപ്പമായിരിക്കും. പല ആൾക്കാരുടെയും പല ക്വാളിറ്റീസ് നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വിയോജിപ്പ് തോന്നും. ഒരുപക്ഷെ അവർ നിൽക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന വിട്ടുവീഴ്ചകളിലായിരിക്കും. ഇപ്പോൾ നരേന്ദ്രമോദിയെ മൊത്തത്തിൽ ഇൻ്റർനാഷണലി തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളും അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ കർഷക നിയമങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ അത് നടപ്പാക്കുന്നതിൽ അദ്ദേഹം പിന്നാക്കം പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശേഖർ ഗുപ്ത, അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടറൊന്നുമല്ല. ശേഖർ ഗുപ്ത ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ഈ കർഷക നിയമങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ താച്ചർ മൊമെൻ്റ് ആണ് എന്ന് പറഞ്ഞു. മാർഗരറ്റ് താച്ചറിന് ഇതേപോലെ കുറേ റിഫോംസ് കൊണ്ടുവരുമ്പോൾ സമാനമായ എതിർപ്പ് നേരിട്ടപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളിൽ കൺവിക്ഷൻ ഉള്ളത് കൊണ്ട് അവരത് നടപ്പാക്കി, എതിർപ്പുകളെ അവഗണിച്ച് അതിൻ്റെ ഗുണം അവിടെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മാർഗരറ്റ് താച്ചർ മൊമെൻറ്റ് റിയലൈസ് ചെയ്തിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ ഗുണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്നാൽ തൽക്കാലം ഇത് ഫ്രീസറിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നത് താരതമ്യേന എളുപ്പമാണ്. അപ്പോൾ ശേഖർ ഗുപ്ത പറഞ്ഞ ആ താച്ചർ മൊമെൻറ്റ് നരേന്ദ്രമോദി റിലീസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞാൻ TV ചർച്ചയിൽ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അദ്ദേഹം കുറേ നിയമങ്ങൾ കൊണ്ടുവരുന്നു, ആ നിയമങ്ങളിൽ അദ്ദേഹത്തിന് കൺവിക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ പ്രൊട്ടസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കൺവിക്ഷൻ ഇല്ലാത്തതുപോലെ എന്നാൽ ഞാനിതിനെ മാറ്റിവെക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നുവെങ്കിൽ ഈ കൊണ്ടുവന്ന നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ എന്താണ് എന്നുള്ളൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ കൺവിക്ഷൻ ഇല്ലാത്ത ആൾ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ പാടില്ല എന്നുള്ളതാണ് നയം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ ഇവരോട് യോജിക്കാമെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ഒരുമാതിരി എല്ലാ രാഷ്ട്രീയ നേതാവിനുണ്ട്. ദർ ഈസ് നോ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ. എല്ലാ പൊളിറ്റീഷ്യനും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്കാകെ പറയാൻ പറ്റുന്നത് ചാനൽ ചർച്ചകളിൽ പറയുന്ന പങ്കെടുക്കുന്ന ആൾക്കാരിൽ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളതിന് മറുപടി പറയാം. പക്ഷേ ഈസ് ദാറ്റ് പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമുക്ക് ഒരാളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ആൾക്കാർക്ക് ആ ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നരേന്ദ്രമോദി നേരത്തെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് ഇത്തവണ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മറ്റുമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ആ ജനസമ്മതി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സ്റ്റോൾവാർട്ട് ലീഡറിനും അഫക്റ്റ് ചെയ്യാം. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് തോറ്റിട്ടില്ലേ? തീർച്ചയായിട്ടും, അതെ അതെ. അപ്പോൾ ഞാൻ പറയുന്നത് പവർ ഈസ് വിത്ത് ദ പീപ്പിൾ, നേതാവിനല്ല. അതവർ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ ചർച്ചയാവാറുണ്ട് ചില ഒരു കാര്യം, ഈ പുതിയ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു, പഴയ ആളായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റേഴ്സൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ എങ്ങനെയാണ് വിലയിരുത്താറായിട്ടില്ല, 10 വർഷത്തിന് ശേഷമാണ് പുതിയൊരു ഭരണം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ ഭരണ സംവിധാനങ്ങൾ അവരുടെ പ്രവർത്തികളെയൊക്കെ വിലയിരുത്തുന്നത്? ഈ സുനിൽ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 10 വർഷം ഭരിച്ച ഒരാളുമായിട്ട് 2.5 മാസം ഭരിച്ച ഒരാളിനെ കമ്പയർ ചെയ്യുന്ന കാര്യമില്ല. പക്ഷേ എയർലി ട്രെൻഡ്സ് ഉണ്ട്. ആ ട്രെൻഡ് നല്ലതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പലരും പറയും ഇപ്പം പുതിയ സർക്കാർ വരുമ്പോൾ ഒരു ഹണിമൂൺ പീരീഡാണ്, അപ്പോൾ ആദ്യത്തെ സമയത്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ പോളിസി ഡിസിഷൻസ് എടുത്താൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ ക്രിട്ടിസൈസ്, യു മസ്റ്റ് ക്രിട്ടിസൈസ്. കാരണം ആ പോളിസി ഡിസിഷൻ ഈ 2 ദിവസത്തിലേക്ക് വരുന്നത് മാത്രമല്ല, 4 കൊല്ലം കഴിയുമ്പോഴും അതല്ലേ പോളിസി. അപ്പോൾ പോളിസി ഡിസിഷൻസിൽ അവരെടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തേ പറ്റൂ. ആ പോളിസി ഡിസിഷൻ പലതും ഈ സർക്കാരിൻ്റെ ഈ 2.5 മാസത്തിൽ അവർ യൂട്ടേൺ അടിച്ചു. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി സ്കൂളുകൾക്ക് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം അതിൻ്റെ നിയമാവലികൾ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പൊളിറ്റിക്സ് ഇൻ ഇറ്റ്. ഒരു കാവ്യവൽക്കരണമോ ഒരു സംഖ്യവൽക്കരണമോ ഒന്നുമില്ല. എവിടെയാണ് വിദ്യാഭ്യാസം? അല്ലേ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അത് നടപ്പാക്കുന്നു എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ട് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ബ്ലൈൻഡ് വിരോധം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാൻ അതിൻ്റെ നിയമം എന്താണ് PM ശ്രീ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വായിച്ച് നോക്കിയാലോ. ഐ എം റെഡി ടു ഡിബേറ്റ് വിത്ത് എനിബഡി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരിക്കലും പൊളിറ്റിക്സിനെ കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പും പറയുന്നില്ല. നമുക്ക് വിദ്യാഭ്യാസത്തിൽ പൊളിറ്റിക്സിനെ എവിടെ കൊണ്ടുവരാൻ പറ്റുക? പുസ്തകത്തിലാണ്. വിച്ച് മീൻസ് സിലബസ്, കരിക്കുലം തീരുമാനിക്കാൻ PM ശ്രീയിൽ സ്കൂളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ എവിടെ ഈ PM ശ്രീ നടപ്പാക്കിയാലും സിലബസ് തീരുമാനിക്കുന്നത്, കരിക്കുലം തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ആകെ ഇതിലെന്താ ചെയ്യുന്നത്? നല്ല ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ക്ലാസ് റൂം ഡിജിറ്റൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ഡിജിറ്റലാകും. സ്കൂളിൽ ഫെസിലിറ്റി കുറവാണെങ്കിൽ കൂടുതൽ ഫെസിലിറ്റി തരും, ഫണ്ട് തരും. നിങ്ങൾക്ക് നല്ല ലൈബ്രറി ഇല്ലെങ്കിൽ അത് തരും.
ഇങ്ങനെയുള്ള കുറേ അലവൻസസ് കാര്യങ്ങൾ തന്നിട്ട് നിങ്ങളെ ഒരു മോഡൽ സ്ഥാപനമായിട്ട് മാറ്റുന്നു. നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് അതിനകത്തിലെ വിഷയമല്ല. അപ്പോൾ ഇവിടെ ഈ കാവ്യവൽക്കരണം വരുന്നത്? സ്കൂളിൽ നല്ല ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കാവ്യവൽക്കരണമാവും, പിള്ളേർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ അത് കാവ്യവൽക്കരണമാവും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനെ ബ്ലൈൻഡായിട്ട് BJP കൊണ്ടുവരുന്നു എന്ന കാരണത്താൽ എതിർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് PM ശ്രീ എതിർക്കപ്പെടേണ്ട പദ്ധതിയേ അല്ല. 1. 2, CPM-നെ കോൺഗ്രസ് വിമർശിച്ചതെന്തിനാ? PM ശ്രീ നടപ്പാക്കുന്നു എന്നതിൻ്റെ പേരിലാണ്, ആണല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താ? ഇവർ നടപ്പാക്കാൻ പോവുകയാണ്. അവർ പ്രഖ്യാപിച്ചല്ലോ ഞങ്ങളത് നടപ്പാക്കാൻ പോകുന്നു. അതിന് കാരണം അവർ പറഞ്ഞെന്താ? ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഓൾറെഡി ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ടു, അതുകൊണ്ട് പിന്മാറാൻ മാർഗ്ഗമില്ല. കോൺഗ്രസിൻ്റെ തന്നെ MP ജബി മേത്തറും CPM-ൻ്റെ ജോൺ ബ്രിട്ടാസും കൂടി ഇത് പാർലമെൻറ്റിൽ ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി അവിടെ റെക്കോർഡഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ മറുപടി കൊടുത്തിരുന്നപ്പോൾ പറഞ്ഞത് എനി സ്റ്റേറ്റ് ക്യാൻ വിഡ്രോ ഫ്രം PM ശ്രീ എനി ടൈം. ഒറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒരു പീനൽ കണ്ടീഷൻസും ഇല്ല. PM ശ്രീ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല, അത്രേ ഉള്ളൂ. മേക്ക് സെൻസ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യു ആർ ഫ്രീ ടു വിഡ്രോ ഫ്രം ദ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പറയുന്ന ന്യായത്തിൻ്റെ വല്ല കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ സുനിൽ, ഈ പദ്ധതി ദോഷമല്ല, അത് ഇവർക്കറിയാം. ഇതുവഴി ഒരു കാവ്യവൽക്കരണവും നടത്താനായിട്ടും പോകുന്നില്ല. കാരണം സിലബസ് തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്. സ്കൂൾ ഏതാണെന്നുള്ള സെലക്ഷൻ സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. കേന്ദ്രം ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് 2 സ്കൂളിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ ആ 2 സ്കൂൾ ഏതായിരിക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അല്ല, പിന്നെ സെൻറ്റർ അല്ല തീരുമാനിക്കുന്നത്. സ്റ്റേറ്റ്. ആ ചോയ്സ് ഇസ് ഓൾറെഡി വിത്ത് ദ സ്റ്റേറ്റ്. അപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ ഞാൻ പഠിപ്പിക്കുന്ന സിലബസിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് അവിടെ കൊണ്ടുവന്ന് ചിലവാക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന് CPM-നും അറിയാം, കോൺഗ്രസിനും അറിയാം. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുകയാണ്. അത് ന്യായമാണോ? എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ നടപ്പാക്കാം, പക്ഷേ ഓൺ 2 കണ്ടീഷൻസ്. 1, സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. 2, സിലബസ് ഞങ്ങളുടേതായിരിക്കും. ചേട്ടാ, ഓൾറെഡി അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ആരുടെ കണ്ണിലാണ് പൊടിയിടാൻ നോക്കുന്നത്? അപ്പോൾ അതൊരു യൂട്ടേണാണ്. മദ്യനയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അഹല്യ പാലക്കാടാണല്ലോ, പാലക്കാട് കഴിഞ്ഞ തവണ ഒരു ബ്രൂവറി വിവാദം വന്നത് നമുക്കറിയാം. അപ്പോൾ അത് വന്നിരുന്ന അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു? മെയിൻലി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ മദ്യം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മദ്യവർജനം എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ അജണ്ടയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇതായിരുന്നല്ലോ അന്നത്തെ എതിർക്കാനുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ന്യായം. ഇപ്പോൾ അവർ ചെയ്യാൻ പോയത് എന്താ? ഈ ബജറ്റ് വന്നപ്പോഴത്തേക്ക് ബജറ്റിൽ അവർ ലോ ആൽക്കഹോൾ ബെവറേജ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പോയി. വളരെ തീരെ കുറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ മറ്റ് മദ്യത്തിനുള്ളതിനേക്കാൾ അതിൻ്റെ പകുതിയോ അതിൽ താഴെയോ ഉള്ള ടാക്സ് മാത്രം. എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ കൂട്ടുന്നു, ഡിസ്ട്രിബ്യൂഷൻ കൂട്ടുന്നു, റേറ്റും കുറവ്. അപ്പോൾ മദ്യവർജനത്തിനൊപ്പമാണോ? എതിരാണ്. യൂട്ടേൺ ആയില്ലേ? അപ്പോൾ ഇത് UDF-ൽ ചർച്ച ചെയ്തിട്ടില്ല, മറ്റ് മന്ത്രിമാരറിഞ്ഞിട്ടില്ല, നടപ്പാക്കാൻ പോകും. കരിമണൽ ഖനനവും കർത്തായുടെ കമ്പനിയും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ഭാഗത്ത് വലിയ വിഷയം നടക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിന് ഒരു ഒപ്പീനിയൻ ഉണ്ട്. പോളിസി ഡിസിഷനായിട്ട് ഇത്തവണ ഇവർ ബജറ്റിൽ കൊണ്ടുവന്നിരുന്ന സാധനം എന്താ? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഇവിടെ ഖനനം നടത്താൻ പോകുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതുവരെ എതിർത്തിരുന്നത് എന്തിനാ? സർക്കാരിൻ്റെ ദേവസ്വത്തിൻ്റെ വക്കീലായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലിനെ നിയമിക്കുന്നു. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടെ? അവരുടെ വക്കീലായിട്ട് പ്രതിയുടെ വക്കീലായി നിന്ന ആൾ ഇനി മുതൽ ദേവസ്വം ബോർഡിൻ്റെ വക്കീൽ. അതെന്ത് പരിപാടി? അത് യൂട്ടേണല്ലേ? ഇപ്പം ഞാൻ നോക്കിയിട്ട് ഈ സർക്കാർ ഇപ്പം ഹെലികോപ്റ്റർ വിഷയത്തിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയത്തിലും ഈ 2.5 മാസം കൊണ്ട് 2.5 കൊല്ലത്തിലൊരു സർക്കാർ നടത്തുന്നതിനേക്കാൾ യൂട്ടേൺ ഇവരടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഹണിമൂൺ എന്നുള്ള ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല. കാരണം മോസ്റ്റ് ഓഫ് ദീസ് ആർ പോളിസി ഡിസിഷൻസ്. പോളിസി ഡിസിഷനിൽ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എതിർക്കണം. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ആൾക്കാർ മാറ്റി വോട്ട് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്പക്ഷ ജനം, ഈ നമ്മൾ ആലോചിക്കേണ്ടത് 99 സീറ്റ് 5 വർഷം മുമ്പ് LDF-ന് കൊടുത്തിരുന്ന ആൾക്കാർ ഇന്ന് 102 സീറ്റ് UDF-ന് കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ ഈ കോൺഗ്രസ് ഈ 5 കൊല്ലം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ വിശ്വസിച്ചുകൊണ്ടല്ലേ? അപ്പോൾ അതിൽ ഈ ധാതു ഖനനമില്ലേ, PM ശ്രീ ഇല്ലേ, മദ്യമില്ലേ, എല്ലാ വിഷയങ്ങളില്ലേ, സർക്കാരിൻ്റെ ധൂർത്തില്ലേ, ഹെലികോപ്റ്റർ, എല്ലാം പറഞ്ഞ് ചെയ്തിട്ട് നമ്മൾ ഭരണത്തിൽ വരുന്ന സമയത്ത് അത് തന്നെ നടപ്പാക്കാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് അവിടെയാണ് ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ ഉണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സമയത്ത് അത് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം ആകുമ്പോഴത്തേക്ക് എന്താവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സമയത്തെങ്കിലും അവരതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകണം. നമ്മൾ കാണുന്ന ന്യായീകരണമാണ്. ആ ന്യായീകരണം കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്. ഇവർ വിചാരിക്കുന്ന ന്യായീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ്. അതങ്ങനെ ന്യായീകരിക്കാൻ CPM-നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർ ന്യായീകരിച്ചു. പക്ഷെ ആൾക്കാരത് വിലക്കെടുക്കാത്തതുകൊണ്ടാണ് അവർക്ക് 35 സീറ്റായി പോയല്ലേ. ഞാൻ പറഞ്ഞത് അത് ഇവർ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? അത് ഇവർ മനസ്സിലാക്കണം. ഇലക്ഷൻ്റെ സമയത്ത് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല.
അതിന് മുന്നേ മനസ്സിലാക്കാം. അതവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തുടക്കത്തിലുള്ള 3 മാസത്തിനുള്ളിലുള്ള പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ. ഈ ന്യായീകരണത്തോട് എത്രത്തോളം മാറി നിൽക്കണം രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ അണികളും എല്ലാവരും എത്രത്തോളം മാറി നിൽക്കണം ഇന്നത്തെ കാലത്ത്? ഈ പാർട്ടികൾക്ക് ന്യായീകരിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. പാർട്ടിയുടെ വക്താവിനെ ഒരു ചാനൽ സ്റ്റുഡിയോയിലേക്ക് വിടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാനാണ് അവരെ വിടുന്നത്. കാരണം പാർട്ടിക്ക് ഒരു ഒഫീഷ്യൽ പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷനോട് വ്യക്തിപരമായിട്ട് ഇവർ ചേർന്ന് നിൽക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പല പാർട്ടികളുടെയും BJP, കോൺഗ്രസ്, CPM, ലീഗ് ഇവരുടെയൊക്കെ വക്താക്കളായിട്ട് നമ്മളോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് നമ്മൾ ഓഫ് ദി റെക്കോർഡ് സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ അവരിൽ പലർക്കും പല വിഷയങ്ങളിലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടൊന്നുമില്ല. ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ചെയ്തത് ശരിയായില്ല, ഇന്നതായിരുന്നു നല്ലത്, മറ്റവർ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാർ നിരവധിയാണ്. പക്ഷെ അവർക്ക് ഈ ക്യാമറ ഓൺ ആവുന്ന സമയം മുതൽ അവർ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. കാരണം അതിനാണ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പലപ്പോഴും അസംബന്ധമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ അവരെ ഏറെ കയറുന്നത് നമ്മൾ കാണാം. ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇവൻ എന്ത് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതിടും. ഇവർ പൊട്ടനായിട്ടല്ല, ഇവർ മണ്ടനായിട്ടല്ല, ഇവരിതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഡിഫെൻഡിങ് ദ ഇൻഡിഫെൻസിബിൾ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യാനാണ് അവരെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങളും പറയും. അല്ലാതെ അവരുടെ ഇൻ്റലക്റ്റിനെയോ അവരുടെ ചിന്തിക്കാനുള്ള ശേഷിയോ ഒന്നും നമ്മളത് വെച്ച് അളക്കേണ്ടുന്ന ഒരു കാര്യമില്ല. അത് അവരുടെ ആ ജോലിയാണ്. ആരും എടുക്കുന്ന തീരുമാനം ന്യായീകരിക്കാൻ ഇവർ വിധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വെറുതെ വിടാം, കാരണം അവർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അനുഭാവികളായിട്ടും അണികളായിട്ടും നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമില്ല. ഞാൻ പറഞ്ഞത് ഒരു CPMൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ BJPയുടെ ആ വക്താവിന് ആ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പക്ഷെ ഒരു അംഗത്തിന് അയാൾ വക്താവല്ലല്ലോ. അവിടെയാണ് ഈ ഉൾപാർട്ടി ക്രിറ്റിസിസത്തിനുള്ള അവകാശം ഉണ്ടാവുന്നത്. അപ്പോൾ ആ അണികൾ തന്നെ തിരുത്തണം. ഇപ്പോൾ നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ധൻരാജ് രക്തസാക്ഷി ഫണ്ടാണ്. ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി വന്ന അവിടുത്തെ CPM വിമതനായി ജയിച്ച സ്ഥാനാർത്ഥി എഴുതിയ പുസ്തകം എന്താണ്? ആ പുസ്തകത്തിൽ പറയുന്നത് അണികൾ പാർട്ടിയെ തിരുത്തണമെന്നാണ്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇത് തന്നെയാണ്. അത് തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് വക്താക്കളല്ല, അണികളാണ് തിരുത്തേണ്ടത്. അപ്പോൾ അണികൾ പറയണം, സാർ നമ്മുടെ പൊസിഷൻ ഇതായിരുന്നില്ല. ഈ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം ഓൺ ടൈം നടന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇത് ഓൺ ടൈം നടക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇലക്ഷനിൽ CPM പൊട്ടിപ്പൊളിഞ്ഞു പോയി, LDF മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതിനുശേഷം ഇവരുടെ പല അവലോകന യോഗങ്ങളും ജില്ലാ തലത്തിലും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, അതിലൊക്കെ ഭയങ്കര ക്രിറ്റിസിസമാണ്. ആർക്കെതിരെ ക്രിറ്റിസിസം? സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഈ 10 വർഷം ഭരണം നടക്കുന്ന സമയത്ത് ഈ ക്രിറ്റിസിസം ഇല്ലാതിരുന്നതല്ല. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നുണ്ടായതല്ല ഈ ക്രിറ്റിസിസം. ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ വായിൽ വെള്ളം ഒഴിച്ച് മിണ്ടാതിരുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ന് അധികാരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിനെ യാതൊരു വിലയും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മീഡിയ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. എന്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഇവരിതുവരെ എവിടെയായിരുന്നു? അപ്പോൾ ഇതുവരെ ഇത് പറയാതിരുന്നിട്ട് ഇപ്പോൾ അടി കിട്ടുന്ന സമയത്ത് മാത്രം പറയാം എന്ന് വിചാരിക്കുന്നതിൽ ഒരു സത്യസന്ധതയുമില്ല. ഒന്നുകിൽ അവർക്ക് ഈ സമയങ്ങളിൽ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടി കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പം പറയാൻ വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് പറഞ്ഞോ എന്ന് പറയുന്നതായിരിക്കാം. പക്ഷേ ഏതെങ്കിലും മാർഗ്ഗത്തിൽ ഇതാണ് ഒഫീഷ്യൽ ഫോറത്തിലോ അൺഒഫീഷ്യലായിട്ടോ നേതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് പറ്റണം. കാരണം ജനത്തിൻ്റെ പൾസാണ്. സാധാരണക്കാരൻ എന്ന് പറയുന്നവൻ അവൻ പാർട്ടിയുടെ അംഗമാണ്, കൊടി പിടിക്കുന്നു എന്നുള്ള അവനാണ് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം. അവനെപ്പോലെയാണ് ഈ സമൂഹത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് ഈ പാർട്ടിക്കാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ന്യായീകരണ കൂട്ടമായിട്ട് ഈ പാർട്ടി മാറുന്നത്. പക്ഷേ അണികൾ എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സ്വാതന്ത്ര്യം അണികൾക്ക് എല്ലായ്പ്പോഴും കൊടുക്കുക എന്നുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റിലാക്സ്ഡാണ് കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് പേർക്ക് പിന്നെയും വന്നിരുന്നിട്ട് മുഖ്യമന്ത്രിയെ പോലും വിമർശിക്കുന്നതിനൊന്നും അവിടെ വലിയ പ്രശ്നമില്ല എന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ വാർത്താ ചാനലുകളുടെ ഒരു ബഹളമാണല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഓരോ അജണ്ടാസ് ഉണ്ടാവില്ല. ഓരോ വാർത്ത ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു അജണ്ടാസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് വാർത്ത വായിക്കുന്നവർ ഇന്ന പാർട്ടിയിലെ അംഗമാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള അവതരണവും ചർച്ചകളൊക്കെയാണ് പലപ്പോഴും നടക്കുക. ശരിക്കും അതൊക്കെ ശരിയാണോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ പാടുണ്ടോ? ഓരോ ചാനലിനും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. എല്ലാവരും ജനങ്ങളുടെ പക്ഷത്ത് എന്നാണ് പറയുക. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അറിയാം. ഞാൻ പറഞ്ഞത് ഹെവിലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഞാൻ പലപ്പോഴും പറയും നമ്മുടെ ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലമാണ്. അത്രത്തോളം ഹെവിലി പോപ്പുലേഷൻ പിന്നെ പൊല്യൂട്ടഡ് ആണ്, പൊളിറ്റിക്സാൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഈ ഇവരുടെ അജണ്ടയോ ഇവരുടെ ആങ്കർമാരുടെ അജണ്ടയോ ഏത് ടോപ്പിക്കിനെ ഏത് രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത്, ഏത് വിഷയത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇവർ എങ്ങനെയൊക്കെ ഞങ്ങൾ ന്യൂട്രലാന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അത് ബോധ്യപ്പെടും. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിനാണ്.
അപ്പോൾ ആ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ട്രൂത്തിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈ ന്യൂസിനെ ന്യൂസായിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ കണ്ടംപററി ആയിട്ടുള്ള വിഷയമാണ്. അർജുൻ ആയങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ്, അയാൾ പഴയ DYFIയുടെ ആളാണ്. അയാളെ കാണുന്നിടത്ത് വെടിവെക്കാനായിട്ട് സർക്കാർ ഓർഡർ ഇട്ടു എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ 1-2 മാധ്യമങ്ങൾ വാർത്തയടിച്ചിറക്കി. അത് വളരെ വ്യാപകമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതുണ്ടാക്കിയ ചേഞ്ച് എന്താ? അർജുൻ ആയങ്കിയോട് ആൾക്കാർക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി. എടാ ഇയാൾ പോലീസിനെ വെല്ലുവിളിച്ച് കാണും ഒക്കെ ശരിയായിരിക്കും എന്ന് പറഞ്ഞ് അവനെ ഒഴിച്ചു കൊല്ലാൻ പറ്റും എന്ന ചോദ്യം. ഞാൻ പറഞ്ഞത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിലേക്ക് ആക്സസ് ഉണ്ട്. ക്ഷമിക്കണം, ഒരു മീഡിയയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിലേക്ക്, പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് അവർക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കേട്ടാൽ ഇത് ശരിയാണോ ഇല്ലയോ, കാരണം ഒരാളിനെ വെടിവെച്ച് കൊല്ലുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വാർത്ത കിട്ടുന്ന സമയത്ത് അത് ജെന്യുവിനാണോ അല്ലയോ എന്ന് ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ പറയുന്നത് വലിയ മീഡിയ അല്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു കോമൺ സെൻസ് ഇല്ല. നമ്മൾ മീഡിയ അല്ല, പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഓതൻറ്റിസിറ്റി ഉണ്ടാവണമെന്നൊരു ചിന്തയില്ലേ? അതില്ലാതെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഈ സാധനം, ഈ ഉടായ്പ കള്ളവാർത്ത അടിച്ചിറക്കിയിട്ട് ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കുന്നു. പോലീസിനെതിരെ, സർക്കാരിനെതിരെ ഇയാൾക്ക് അനുകൂലമായിട്ട് ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് അജണ്ടയല്ലേ? ഇല്ലാത്ത വാർത്തയെ ഞാൻ പറഞ്ഞത്, അത് അജണ്ടയാണ്. ആ അജണ്ട വെക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. അവരുടെ അജണ്ട പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. കാരണം അത് ദേശവിരുദ്ധമാണ്, നമ്മുടെ നാടിൻ്റെ ക്രമസമാധാനത്തിന് വിരുദ്ധമാണ്, ഗവൺമെൻറ്റിനോട് അനാവശ്യ കാര്യത്തിൽ ആൾക്കാർക്ക് അപ്രീതി ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാണ്. അവിടെ ആക്ഷൻ ഉണ്ടാകും. അപ്പം അങ്ങനൊരു നിഷ്പക്ഷതയൊന്നുമില്ല. ഞാൻ പറയുന്നത്, ഒരാൾ ഒരു ചാനൽ കാണുമ്പോൾ നമ്മൾ ഒരു ചാനൽ കണ്ടിട്ട് അഭിപ്രായം തീരുമാനിക്കുന്നവരാണോ? ഒരിക്കലും അല്ല. പല ചാനലുകൾ കാണും. പിന്നെയും മലയാളി ഏറ്റവും ട്രൂത്ത്ഫുള്ളായിട്ട് കാണുന്ന ചില ചാനലുകളുണ്ട്, അത് പിന്നെയും നോക്കും, ഇതിലെങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ സത്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേർഷൻ ആര് തരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളികൾക്കുണ്ട്. ആ മലയാളിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഈ ഉടായ്പൊന്നും കാണിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ചില ആങ്കർമാരെ ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത്, ചിലരെ ഇഷ്ടമല്ലാതാകുന്നത്? എന്തുകൊണ്ടാണ്? അയാൾ ഭരണം മാറിയാലും ഒരേ ചോദ്യം തന്നെ ചോദിക്കും, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമായിരിക്കും. ഇപ്പം ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിനെ എതിർത്തതാണ്. ഞാൻ മീഡിയ അല്ല, ഞാൻ അഭിപ്രായം പറയുന്ന ആൾ. ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും? ഒരിക്കലും. എനിക്ക് ആൾക്കാർ അതിനകത്ത് അംഗീകാരം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നേരത്തെയും ഇപ്പോഴും എൻ്റെ പൊസിഷൻ ഇതാ. കരിമണലിൽ നേരത്തെയും ഇപ്പോഴും എൻ്റെ പൊസിഷൻ ഇതാ. മദ്യത്തിൽ നേരത്തെയും ഇപ്പോഴും എൻ്റെ പൊസിഷൻ ഇതാ. ഗവൺമെൻറ് മാറുമ്പോൾ അത് മാറിയിട്ടില്ല. അങ്ങനെ മാറുന്ന മാധ്യമങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ശരിയാണ്. ഞാൻ പറഞ്ഞത് അതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ന്യൂട്രാലിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ സമൂഹത്തിൽ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ അവരുടെ രാഷ്ട്രീയം പറയാൻ പേടിയാണ്. കാര്യം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് പോകുന്നു, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ LDFകാരനാണ്, BJPക്കാരനാണ്, നമുക്ക് തുറന്നു പറയാനായിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥ കേരളത്തിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയവും തുറന്നു പറയുന്നതിലല്ല പ്രശ്നം, ചില രാഷ്ട്രീയം പറയുന്നതില്ല, ചില നിലപാട് പറയുന്നതിലാണ് പ്രശ്നം. കാരണം കേരളത്തിലെ മെയിൻ സ്ട്രീമാണ് കമ്മ്യൂണിസം. അതെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, അല്ലേ? കാരണം അത് ചില ആശയങ്ങളാണ്. സ്റ്റേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെ വരെ ആയിരിക്കണം പ്രൈവറ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഇപ്പം ഹെൽത്ത് കെയർ സെക്ഷനിൽ സ്റ്റേറ്റ് വേണോ വേണ്ടയോ? വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഇറ്റ്സ് കമ്മ്യൂണിസം. ചില പൊളിറ്റിക്സ് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിളാണ്. നമ്മൾ സിനിമയിൽ നിന്ന് ഉദാഹരണം നോക്കിയാൽ മതി. ലാൽ സലാം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടായി? അതൊരു കോർ കമ്മ്യൂണിസ്റ്റ് തീമുള്ള സിനിമയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന സിനിമ വന്നു, ആർക്കും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കമ്മ്യൂണിസ്റ്റ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമകളെല്ലാം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ പോയി കണ്ടു, എല്ലാവരും കണ്ടു, എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ കണ്ടിരിക്കുന്നത്. അതിൽ ക്വാളിറ്റിയുള്ള സിനിമകൾ ജയിച്ചിട്ടുമുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ പുറത്തു വന്നപ്പോൾ അതിൻ്റെ തീമുമായിട്ട് ഒരു ബന്ധമില്ലാതെ അതിൻ്റെ ഒരു സീനിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായ പുകില് നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സിനിമ മൊത്തം നിങ്ങൾ കമ്മ്യൂണിസത്തിനെ പ്രചരിപ്പിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റേ അല്ലാത്തൊരു കഥ പറയുന്ന സിനിമയിലെ ഒരു സീനിൽ ഒരു ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസ് ആരുടേതാണോ അവരെ എനിക്കിഷ്ടമല്ല എന്നതിൻ്റെ പേരിൽ എതിർക്കുക, ആ രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്സാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം പൊളിറ്റിക്സ് പറയുന്നതിലല്ല,
ചില പൊളിറ്റിക്സ്, അതായത് ഇപ്പം ഇവിടെ പല ആൾക്കാരും പറയില്ല കേരളം ചാണകം ചവിട്ടില്ല, കേരളം സംഘപരിവാറിനെ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. എവിടെ? ലോക്സഭയിലേക്ക് ഒരു MP അവർക്കുണ്ട്, രാജ്യസഭയിലേക്ക് അവർക്ക് കേരളത്തിൽ നിന്ന് MP ഉണ്ട്, നിയമസഭയിൽ ഇതാ 3 പേരുണ്ട്, അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, പാലക്കാട് അടക്കം അവർക്ക് എറണാകുളത്ത് ഒരെണ്ണം, അങ്ങനെ അവർക്ക് മുനിസിപ്പാലിറ്റികളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് മാറ്റിയെന്ന്? എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഈ പ്രചരണത്തിലൊന്നും വീഴാതെ ആൾക്കാർക്ക് നല്ലത് ഇതാണെന്ന് തോന്നുന്നിടത്ത് അതിന് വോട്ട് ചെയ്യും, മറ്റേതാണെന്ന് തോന്നുന്നിടത്ത് അതിന് വോട്ട് ചെയ്യും. ആ രീതിയിലത്തേക്ക് ആൾക്കാർ മാറുന്നുണ്ട്. ഈ മാറ്റമൊന്നും അറിയാതെ നമ്മളിരുന്നിട്ട് ഇന്ന ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കും, മറ്റേ ഒപ്പീനിയൻ പറഞ്ഞാൽ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഒപ്പീനിയൻ പറയാൻ പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ഇത് അൺപോപ്പുലർ ഒപ്പീനിയൻ ആണ് എങ്കിൽ ഞാൻ എയറിൽ പോകും എന്ന ചിന്ത ആൾക്കാർക്കുണ്ട്. ആ ചിന്ത ഉണ്ടാകാതെ ഏത് ഒപ്പീനിയനും പറയാൻ പറ്റില്ല. ആ ഒപ്പീനിയനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. പക്ഷെ പറയുന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല. ഒരാളിപ്പം അഭിപ്രായം പറയുന്നു, അയാൾ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമായിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു അഭിപ്രായം പറയട്ടെ, ആ അഭിപ്രായത്തിനെ നമുക്ക് ഡൈസെക്റ്റ് ചെയ്യാം, അതിലുള്ള ഗുണവും ദോഷവും പറയാം, അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ നീ അഭിപ്രായം പറയരുത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അൺഫോർച്യുനേറ്റ്ലി ഈ രണ്ടാമത്തെ കാര്യമാണ് നടക്കുന്നത്. നീ എന്തിനാ അഭിപ്രായം പറഞ്ഞത്, നീ ആരാ ഇത് പറയാൻ എന്ന് ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുന്നത് അങ്ങേയറ്റത്തെ മര്യാദകേടാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കുറേ ആൾക്കാരുടെ ഒരുപാട് ഇഷ്യൂസ് ട്രബിളിലായി പോയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം സാർ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം ഞാൻ നിർത്തുകയാണ്. ഇനിയും ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ.